Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, teacher. How are you? Fine. Okay. Thank you. Okay, fine. So, who are the leaders for this week? Yes. Did not make the leader, teacher. Okay. The time on the save ചെയ്യാം അതാണ് we can save our time. കുറെ കൂടെ റിസോഴ്സ്ഫുൾ ആക്കാം. അല്ലെങ്കിൽ ആര് ചെയ്യും who will do അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ലേ. So anyway, who is ready for prayer? Ready, teacher. Yes, it's up. മലയാളം പ്രയറാ ചെല്ലുന്നു. Okay. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങും. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും പ്രെയർ എഴുതിയോ? എഴുതിയിട്ടുള്ള പ്രെയറാണ് ഞാനന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. Everybody has to do. You have to make 2 prayer song in English, and it should be written in your rhyme record. അതിനി വരുന്നതേ ഉള്ളൂ. നമ്മൾ കളക്ഷൻ ബുക്കല്ലേ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് കഴിയുമ്പോഴേക്കേ അത് ആവശ്യമുള്ളൂ. പക്ഷെ പ്രെയർ പ്രിപ്പയർ ചെയ്യണം. ആ പ്രെയർ നമുക്ക് ക്ലാസ്സിൽ പറ്റുന്നവരെല്ലാം ക്ലാസ്സിൽ ചൊല്ലുക. ഓക്കെ. സോ തോട്ട് ഓഫ് ദി ഡേ. Ready, miss? Confidence and hard work is the best medicine to kill the disease called failure. It will make you successful person. By Dr. APJ Abdul Kalam. Very good. So confidence building should be very necessary for the development of child. ശരിയല്ലേ? അവരുടെ കോൺഫിഡൻസ് നമ്മൾ തളർത്തിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യും. ഇറ്റ് ഷുഡ് അറസ്റ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് കിഡ്. സോ കോൺഫിഡൻസ് ബിൽഡിംഗ് വളരെ ആവശ്യമാണ്, കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും. ഓക്കെ. സോ സൈൻ ഇൻ ആരെങ്കിലും ഉണ്ടോ? Yes, madam. Fine. Good afternoon to everyone, and a very happy Republic Day to all of you. As we celebrate this day of national pride, let us begin by honoring our motherland with a song, Vande Mataram. Vande Mataram, Vande Mataram, Sujalam, Subhalam, Malayaj Seedalam, Sasyashamalam, Mataram, Vande Mataram. Shubhrajosna Pulagidayaminim, Pullakusumida Drumadala Shobhinim, Suhasini Sumadura Bhashini,
സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. Thank you everyone for joining in. Okay, that was very nice. മിസ്സേ ഞാൻ 2-3 ക്രാഫ്റ്റ് വർക്ക് പേപ്പർ കൊണ്ട് ചെയ്തു. Okay. കാണിക്കട്ടെ? കാണിക്കൂ. ഒരു കൊടയുണ്ടാക്കി, Nice. പിന്നെ ഒരു കിളിയെ ഉണ്ടാക്കി. കൊള്ളാലോ. യൂട്യൂബ് നോക്കി ആക്കിയതാ ചെയ്തതാ. പിന്നെ ഒരു ഫ്ലവർ ഉണ്ട്, ഞാനുള്ള ഒരു മനസ്സ്. പിന്നെ ഒരു ബട്ടർഫ്ലൈ. അത് ശരിയായില്ല മിസ്സേ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ബട്ടർഫ്ലൈയുടെ രൂപം വന്നില്ല. ആണോ? പിന്നെ ഒരു പുഴു. കൊള്ളാം. അതെന്തുകൊണ്ട് ഉണ്ടാക്കി? പേപ്പർ തന്നെയാണോ? ചാർട്ട് പേപ്പർ കൊണ്ടാ ഉണ്ടാക്കിയേ. പിന്നെ കണ്ണെല്ലാം ഞാൻ കറുത്ത പൊട്ട് വെച്ച് ഒട്ടിച്ചു വെച്ചു. പേപ്പർ ആദ്യം വെള്ള പേപ്പർ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം കറുത്ത പൊട്ട് അതിന്റെ പൊക്കത്ത് വെച്ചു. കൊള്ളാം. നല്ല പോലെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കൊടയുടെ സ്റ്റിക്കിന് എന്ത് ചെയ്തു? സ്റ്റിക്കിന് എന്താ ചെയ്തെന്ന് വെച്ചാൽ മോന്റെ പെൻസിലില്ലേ, പെൻസിലിന് മറ്റേ പേപ്പർ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് പെൻസിൽ മെല്ലെ ഊരിയെടുത്തു. എന്നിട്ട് കൊടയുടെ അകത്തോട്ട് വെച്ചിട്ട് ഒട്ടിച്ചു. ഞാനൊരു ചെറിയ വീടുണ്ടാക്കി. ആണോ? എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നേ അഞ്ജിത? പേപ്പർ കൊണ്ട്. എന്നിട്ട് ചകിരി വെച്ച് മേൽക്കൂരുണ്ടാക്കി. എന്നിട്ട് ഓല കൊണ്ട് വാഴയുടെ ഇല കൊണ്ട് മെടഞ്ഞിട്ട് ചുമരു സെറ്റ് ചെയ്തു. ഓ, വെരി ഗുഡ്. ഈ ചകിരി നല്ലപോലെ ക്ലീൻ ചെയ്ത് അങ്ങനെയാണോ ചെയ്തേ? ആ ചുമ്മാ ഇരുന്നപ്പോ ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തോന്നി. സ്കൂളിലൊക്കെ മിസ്സേ ഞാന് സ്നോഫ്ലെക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണുന്നില്ല. മക്കളെ എവിടെയോ കൊണ്ടിട്ടു. എന്താ ഉണ്ടാക്കിയ? സ്നോഫ്ലെക്സ് ഉണ്ടാക്കിയിരുന്നു. സ്നോഫ്ലെക്സ്. Good afternoon, teacher. Good afternoon. Today, National Constitution Day, so I would like to say something about that. Okay, sure, please. Good afternoon, everybody. I am Geeta Anup. Today, November 26th, National Constitution Day. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. Thank you. Very good. ഗീത ഏതെങ്കിലും ഇതിൽ വർക്ക് ചെയ്തതാണോ? ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ടീച്ചർ, ഞാൻ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിവിൽ എഞ്ചിനീയറുടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെറുതായിട്ട് സോഷ്യൽ വർക്ക് എന്താ ടീച്ചർ? സോഷ്യൽ വർക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ചെയ്യുന്നില്ല. അത് ബിഫോർ മാരേജ് ആയിരുന്നു. അതിനുശേഷം നമ്മളുടെ പഞ്ചായത്തില് ഇതുണ്ട്, പ്രേരക് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിലായിരുന്നു ചെയ്തത്. അപ്പൊ ഞാൻ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. പിന്നെ സ്വാഗത പ്രസംഗം എപ്പോഴും നമ്മളുടെ ഡ്യൂട്ടി ആണല്ലോ. അങ്ങനെ അത് ടീച്ചർ, പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എന്നെ അവര് സെലക്ട് ചെയ്തതാണ്. ഞാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല.
പിന്നെ പഞ്ചായത്തിന് ഞാൻ എപ്പോഴും അവിടെ പോയിട്ട് എന്റെ സംസാരം കേട്ടിട്ട് ആക്കിയതാണ്, അല്ലാതെ ആ ജോലി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആയതല്ല. Okay, fine. Anyway, it's very good. താങ്ക് യു ടീച്ചർ. Okay. സോ നമ്മള് മോഡ്യൂൾ 1 പാർട്ട് 1 ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അതിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ അത് കഴിഞ്ഞു. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് മാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവണം, തീരാറായിട്ടുണ്ടാവും. നെക്സ്റ്റ് 4th യൂണിറ്റ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസും ഷെറീന മിസ് എടുക്കും. പിന്നെ ഫസ്റ്റ് എയ്ഡ് അത് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും അത് 5th യൂണിറ്റ് നമ്മൾ അത് കഴിഞ്ഞു. ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ അതും നമ്മൾ കഴിഞ്ഞു അല്ലെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ സൈക്കോളജിയെ കുറിച്ചും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ സൈക്കോളജിയെ കുറിച്ചും നിങ്ങളോട് പറയുണ്ടായി. അത് പാർട്ട് 2 6 and 7 യൂണിറ്റ്സ് ആണ്. 6th യൂണിറ്റ് സൈക്കോളജിയും 7th യൂണിറ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഒരു 8ാമത്തെ യൂണിറ്റ് ഉണ്ട് പാർട്ട് 1 ചൈൽഡ് വെൽഫെയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കോളജിയിലേക്ക് പോവാം. ഓക്കെ, സോ ചൈൽഡ് വെൽഫെയർ, ഡു യു തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്? ഇമ്പോർട്ടന്റ് ആണോ ചൈൽഡ് വെൽഫെയർ? യെസ് ടീച്ചർ. വെരി മച്ച് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സെഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ഓക്കെ, ഈവൻ അമ്മയുടെ വോമ്പിൽ കുഞ്ഞായിരിക്കുമ്പോ തുടങ്ങി അതിന്റെ ഒരു കെയർ നമ്മൾക്ക് നമ്മളുടെ ലോക്കൽ അതോറിറ്റീസിൽ നിന്ന് കിട്ടും. അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയുടെ മൈൻഡ് നല്ല രീതിയിൽ, നല്ല കാം ആയിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് പ്രൊവൈഡ് ചെയ്യണം. ആ രീതിയിലൊക്കെ ത്രൂ അംഗൻവാടി കുറെ പ്രൊമോഷൻസ് ഉണ്ട് അല്ലെ. അവരതിന്റെ കണക്കെല്ലാം എടുക്കും. ആ ഒരു ഏരിയയില് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആരൊക്കെയാണ്, അവർക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യും. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴും പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. പല അവയർനെസ്സിനും സർവേക്കും ഒക്കെ അവര് വരാറുണ്ട്. ചൈൽഡ് വെൽഫെയർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾക്കറിയാം കുട്ടികൾ പല രീതിയിലുള്ള ത്രെറ്റ്സ്, പല ചലഞ്ചസ് അവരുടെ പല ഏജിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവര് ജീവിക്കുന്ന എൻവയോൺമെന്റ്, അവര് പോകുന്ന സ്കൂളിന്റെ എൻവയോൺമെന്റ്, പലപ്പോഴും അവർക്ക് പല രീതിയിലുള്ള അബ്യൂസിങ്ങിന് അവര് ഫേസ് ചെയ്യുന്നുണ്ടാവും. അത് വെർബൽ ആകാം, ഫിസിക്കൽ ആകാം, അങ്ങനെ മെന്റൽ ആകാം, അങ്ങനെ പല രീതിയിലുള്ള അബ്യൂസ് കുട്ടികളെ വല്ലാതെ ബാധിക്കും. അത് അവരുടെ ഡെവലപ്മെന്റിൽ ഇമ്പാക്ട് ചെയ്യുകയും ചെയ്യും. പലപ്പോഴും ഇറ്റ് വിൽ അറസ്റ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് കിഡ്. അതുകൊണ്ട് ചൈൽഡ് വെൽഫെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ദോ ആസ് എ പാരന്റ് നമ്മൾക്കും പല റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളുടെ കുട്ടികളുടെ. അത് മാത്രമല്ല, നമ്മൾ പാരന്റ് അല്ല, നമ്മൾ പ്രൊഫഷനായിട്ട് നമ്മൾ ടീച്ചേഴ്സ് ആവുകയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ 1-2 കുട്ടിയല്ല വരുന്നത്. അത് മോർ ദാൻ ദാറ്റ് അല്ലെ, 20, 25, 30 അങ്ങനെ പല നമ്പറിലേക്ക് പോകുന്നു. അപ്പൊ ആ കുട്ടികളും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അവരിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് അവരുടെ ഇമോഷണലി ആകാം, അങ്ങനെയുള്ള എന്ത് ചേഞ്ചസ് കണ്ടാലും, അവരുടെ ഈവൻ ഫിസിക്കലി എന്തെങ്കിലും ഒരു ഡിഫോർമേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ കണ്ടാലും അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. സോ അവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ചൈൽഡ് വെൽഫെയറിൽ എന്താ പറയുന്നത് നോക്കാം. ചൈൽഡ് വെൽഫെയറിന് വേണ്ടിയിട്ട് കുറെ അതോറിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുമ്പോൾ യുണീക്കാണ്. ഇതിൽ തന്നെ സ്പെഷ്യൽ കിഡ്സ് ഉണ്ടാകും അല്ലെ. അപ്പൊ പലരും ഡിഫോർമേഷനോട് കൂടി ജനിച്ചവരുണ്ടാവും, ഹിയറിംഗ് ഇമ്പയർഡ് ഉണ്ടാവും, വിഷ്വലി ഇമ്പയർഡ് ഉണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും. അവർക്കും കിട്ടേണ്ടതായിട്ടുള്ള റൈറ്റ്സ് അവർക്ക് കിട്ടണം. അവരെ മിസ്യൂസ് ചെയ്യപ്പെടാനും പാടില്ല. അപ്പൊ ആ രീതിയിൽ എല്ലാ ലെവലിലുമുള്ള കുട്ടികളെ, ഏതൊരു സോഷ്യൽ ലെവൽ ഏത് തന്നെയായാലും, ഫിസിക്കൽ ലെവൽ ഏത് തന്നെയായാലും, ഹെൽത്ത് വൈസ് എങ്ങനെ തന്നെയാണെങ്കിലും എല്ലാ കുട്ടികൾക്കും അവരുടേതായ ചില റൈറ്റ്സ് ഉണ്ട്. അത് ഫുൾഫിൽഡ് ചെയ്യുകയും വേണം. അവരുടെ ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസ് നമ്മൾ തടയുകയും വേണം. ഓക്കെ, സോ യു വിൽ സീ വാട്ട് ഈസ് ഇൻ ചൈൽഡ് വെൽഫെയർ. ഓക്കെ, നിങ്ങൾക്ക് ഏത് യൂണിറ്റ് ആണ് അങ്ങനെ മനസ്സിലായല്ലോ. നമ്മുടെ മോഡ്യൂൾ 1
പാർട്ട് 1 8th യൂണിറ്റ് ആണ്. ഇനി ആ മോഡ്യൂളില് ഷെറീന മിസ്സിന്റെ ഈ ഞാൻ എടുക്കുന്ന 8 യൂണിറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1 കംപ്ലീറ്റ് ആവും. ആതിര മിസ് നിങ്ങൾക്ക് പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ചൈൽഡ് വെൽഫെയർ ആ ഫസ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുക? ഞാൻ വായിക്കാം. Child welfare is a concept which goes beyond providing just education or literacy. As children are the assets of a nation, they should be properly cared for and brought up for the benefit of the bright future of the nation. So, we have to arrange special, regular medical checkups for the children, provide them with a balanced and nutritious diet, protect them from harmful influences in their environment, and take care of their education and creative development. Welfare includes all this. Miss Mike. സോറി. ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ചിൽഡ്രൻസ് വെൽബീയിങ്. കുട്ടികളുടെ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സപ്പോർട്ടും പ്രൊട്ടക്ഷനുമാണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് കുറെ അതോറിറ്റീസിന് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. പല ഓർഗനൈസേഷൻസും കമ്മിറ്റീസും ഉണ്ട് ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട്, കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, CWC, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചിൽഡ്രൻ വെൽഫെയർ, അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നത്, കുട്ടികളെ ഉപേക്ഷിച്ച നിലയിൽ പലപ്പോഴും കണ്ടെത്താറുണ്ട്. പിന്നെ ഭിക്ഷ യാചിച്ച് ബെഗിങ്, ചൈൽഡ് ബെഗിങ് കാണാം. നിങ്ങളുടെ മുൻപിൽ ഒരു കുട്ടി ചൈൽഡ് ബെഗിങ് കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക്? എന്താ ടീച്ചർ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം? If you see a child is begging in your nearby place, what you will do? ഒരു കുട്ടി ബെഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുവാണ് ബെഗ് ചെയ്തുകൊണ്ട്, നമ്മൾ എന്ത് ചെയ്യും? പേഴ്സിൽ നിന്ന് കാശ് എടുത്തൊക്കെ കൊടുക്കും ആണോ? ചൈൽഡ് അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വേറെ നമ്മൾ അതോറിറ്റീസിനൊക്കെ ഇൻഫോം ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മളൊരു സിറ്റുവേഷനും കൂടെ ആവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാനുള്ള പറ്റാറില്ല. ചിലരാ കുട്ടിയോട് സംസാരിക്കൂലേ, നീ എന്തിനാ ഇങ്ങനെ ബെഗ് ചെയ്യുന്നേ, സ്കൂളിൽ പോകുന്നില്ലേ, എവിടെയാണ് നിന്റെ വീട്, അങ്ങനെയൊക്കെ ചോദിക്കും. ശരിയല്ലേ? അങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ ചിലപ്പോ അവരുടെ പുറകിലൊരു എന്താ പറയാ, ഒരു വലിയൊരു റാക്കറ്റ് ആയിരിക്കും. നമുക്ക് അവിടെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ലോക്കൽ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ നിയർ ബൈ പ്ലേസിൽ ഏതെങ്കിലും പോലീസ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലീസിനോട് പറയാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. നമ്മളത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ വേണമെങ്കിൽ ഭക്ഷണം നിനക്ക് വാങ്ങിച്ചു തരാം, കാശ് തരില്ല എന്ന് പറയും. അല്ല, ഫുഡ് വാങ്ങിച്ചു തരാം, വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണവും വെള്ളവും വാങ്ങിച്ചു തരാം, ക്യാഷ് ആയിട്ട് തരില്ല അങ്ങനെ പറയും. ബട്ട് ദേ പ്രിഫർ മണി. കാരണം അവർക്ക് പേടിയാ, വൈകുന്നേരം ആവുമ്പോ ഇത്ര കളക്ട് ചെയ്ത് ചെല്ലണം. ആ ഒരു രീതിയിലുള്ള റാക്കറ്റ് അവരുടെ പുറകിലുണ്ടാകും. ചിലപ്പോ അങ്ങനെ അല്ലാത്ത കേസസും വരാട്ടോ, വിശക്ക് കൊണ്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അവര് ഫുഡ് മതി എന്ന് പറയുമായിരിക്കും. മോസ്റ്റ്ലി നമുക്ക് ഇതുപോലെ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയോ ചിൽഡ്രൻസ് ഹോമിൽ അറിയിക്കുകയോ, അടുത്ത് നിയർ ബൈ നമ്മളുടെ പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ലോക്കൽ ഏരിയയിലാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ ലോക്കൽ അതോറിറ്റീസിന് നമുക്ക് ഇവരെ അറിയിക്കുക, എന്തെങ്കിലും ചെയ്യാം. ബട്ട് നമ്മളത് പറഞ്ഞ പോലെ അതിനു വേണ്ടി ചെയ്യാനുള്ള നമുക്ക് കുറെ സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായിട്ട് വരും. ഇത് ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വാട്ട് യു വിൽ ഡു ലൈക്ക് ദാറ്റ്. അത് റിലേറ്റഡ് വിത്ത് ചൈൽഡ് വെൽഫെയർ ആണ്. നമ്മൾ ലോക്കൽ അതോറിറ്റീസ് അറിയിക്കും,
കുട്ടിയോട് സംസാരിക്കും. കുട്ടി ഇനി ആരെയും തട്ടിക്കൊണ്ടു വന്നതാണോ അതൊക്കെ അറിയാനായിട്ട് പറ്റുമല്ലോ. അല്ലെങ്കിൽ പാരന്റ്സുമായിട്ട് വന്ന് ഇങ്ങനെ നൊമാഡ്സ് ഉണ്ടല്ലോ, അവരിങ്ങനെ പല ഭാഗങ്ങളിലും അച്ഛനും അമ്മയും കുട്ടികളുമായിട്ട് വന്ന് പലരും പല ഭാഗങ്ങളിലേക്ക് യാചിക്കാനായിട്ട് പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കേസസും ഉണ്ടാകാം. കുട്ടി കുറ്റവാളികളും അങ്ങനെയൊക്കെ വരാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ വെൽഫെയർ അതാണ് പറയുന്നത്. ഈ വെൽഫെയറിന്റെ കീഴിൽ തന്നെ പലപ്പോഴും അഡോപ്ഷൻ സെന്റേഴ്സ് ഉണ്ടാവും. നമ്മളുടെ കേരള ഗവൺമെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ അഡോപ്ഷൻ സെന്റർ ഉണ്ടാവും. പിന്നെ ചെറിയ ക്രഷ് ഒക്കെ ഉണ്ടാവും. അതായത് ജോലിക്ക് പോകുന്ന പാരന്റ്സിന്റെ കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രഷ്, അംഗൻവാടി, അതെല്ലാം കാണും. എല്ലാം കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. ജനിക്കുന്നതിന് മുമ്പേ അവർ പല പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. പിന്നെ മോണ്ടിസോറി സ്കൂൾ ഉണ്ടാകും, ഓട്ടിസം ട്രെയിനിങ് സെന്റർ ഉണ്ടാകും, ബഡ് സ്കൂൾ ഉണ്ട്. ഇതെല്ലാം കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, ഷെൽട്ടർ ഹോംസ് ഉണ്ട്, ബോയ്സ് ഹോം, ഗേൾസ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഷെൽട്ടർ ഹോംസ് ഒക്കെ ഉണ്ട്. പിന്നെ ട്രബിളിലായിട്ടുള്ള കുട്ടികൾ അവർക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്ന ടോൾ ഫ്രീ നമ്പറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തണൽ എന്ന് പറഞ്ഞുള്ള ഒരു ഓർഗനൈസേഷൻ, അവരുടെ ടോൾ ഫ്രീ നമ്പറാണ് 1517. അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ കേരളത്തിലെ കാര്യങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, പല ഹെൽത്ത് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യും. പിന്നെ തന്നെ ഡിവോം ഡേ ആണ് അല്ലെ, കുട്ടികൾക്ക് ഡിവോം ടാബ്ലറ്റ്സ് ആ ഒരു ദിവസം. അപ്പൊ അവിടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളിൽ നോക്കുന്നതും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ ഗവൺമെന്റ് സെക്ടറിൽ അത് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് മദേഴ്സ്, അംഗൻവാടികൾ വഴി പലപ്പോഴും അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും. പിന്നെ ഈവൻ ഗവൺമെന്റ് സ്കൂളുകളിലും അങ്ങനെ അത് കിറ്റ് പോലെയോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അപ് ടു 14 years ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് ഫോർ ചിൽഡ്രൻ അപ് ടു 14 years. അതായത് 10th വരെ, ഹൈസ്കൂൾ വരെ ഫ്രീ, അതുപോലെ തന്നെ കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ഗവൺമെന്റിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഫ്രീ ആയിട്ടും ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ സ്കൂളുകളിൽ എന്താ അവർക്ക് PT പീരീഡ് ഉണ്ട്, പ്രൊമോട്ടിംഗ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കും. പിന്നെ വീക്കർ സെക്ഷനിൽ നിന്നുള്ള കുട്ടികളെ പ്രത്യേകം കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ ചിൽഡ്രൻ ഫ്രം വീക്കർ സെക്ഷൻസ്. ഒരു സേഫ് ഗാർഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എല്ലാ രീതിയിലും. അവർക്കെതിരായിട്ട് വരുന്ന എന്ത് വയലൻസ് ആണെങ്കിലും, പല അബ്യൂസ്, പിന്നെ അങ്ങനെ പല കുട്ടികളെ അപകടത്തിലാക്കുന്ന പലതിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുക, അവർക്ക് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചൈൽഡ് വെൽഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ചൈൽഡ് വെൽഫെയർ വരുമ്പോഴേക്കും പലപ്പോഴും കുട്ടി വളരുന്ന എൻവിയോൺമെന്റ് അതിനൊരു കാരണമാകുന്നു അല്ലെ. എൻവിയോൺമെന്റ് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരില്ല. ഈ എൻവിയോൺമെന്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ്, എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി വളരുന്ന എൻവിയോൺമെന്റ്, ഏതൊക്കെ എൻവിയോൺമെന്റ് കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ആസ്പെക്ടിൽ വരാം, ഏതൊക്കെ എൻവിയോൺമെന്റ് വരാം? നമ്മളുടെ വീടും പരിസരവും, പിന്നെ കുട്ടി പ്രീ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയം, പിന്നെ കുട്ടികൾ കളിക്കാൻ പോകുന്ന സ്ഥലം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹോം, നമ്മുടെ വീട്, കുട്ടി വളരുന്നത് അവിടെയാണ്. കുട്ടി പഠിക്കാൻ പോകുന്നത് സ്കൂൾ, ദെൻ സൊസൈറ്റി, സറൗണ്ടിങ്സ്. ഈ 3 ആസ്പെക്ട്സിലും കുട്ടിയുടെ ഡെവലപ്മെന്റ് ഈ മൂന്ന് എൻവയോൺമെന്റും ഡിപ്പെൻഡ് ചെയ്തു. സോ ഇവിടെ നിന്നൊക്കെ ഇപ്പൊ വീട്ടിൽ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ബട്ട് കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അല്ലെ. സ്കൂളിലും സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് വിചാരിക്കാം. സ്കൂൾ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അത് വീട്ടിലും സ്കൂളിലും അല്ലാത്ത ഇടങ്ങൾ വരുന്നുണ്ടല്ലോ, അവിടെ കുട്ടി സേഫ് ആണ്. അതാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. ഓക്കെ, ദെൻ വെൽഫെയർ ഇൻക്ലൂഡ്സ് ഓൾ ദീസ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട്. ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. ആ ഒരു പാരഗ്രാഫ് പ്ലീസ് റീഡ് എനിവേ. ഞാൻ വായിക്കാം മിസ്. Children and the family. The family surrounding the child has an important role in his welfare. If the family background is not good, it is likely to affect the child's life and development. Therefore, schemes for the welfare of children are to be extended to the family, and minimum family well-being is to be ensured. The family has to promote
healthy habits in the children. The health of an individual depends on what he does and not what he knows. Of course, a person's health habits, attitudes, and goals are the result of his learning experiences. It is the pre-primary education that builds up his healthy habits in the family. ഓക്കെ. സോ ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി അല്ലെ, ഫാമിലി പല കാര്യങ്ങൾ. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഹെൽത്തി ഹാബിറ്റ്സ്. അത് വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഈ ഹെൽത്തി ഹാബിറ്റ്സ് അറിയാമെന്നുള്ളതിലല്ല, അത് പ്രയോഗിക്കുക. എന്തും വി ഹാവ് ദ നോളജ്, ബട്ട് നമ്മളത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും അതിന്റെ 100% വരുന്നത് അല്ലെ. കുട്ടിക്ക് അറിയാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കയ്യും കഴുകണം, ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ലപോലെ കൈ കഴുകണം, രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യണം, നല്ലപോലെ കുളിക്കണം, അത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, എല്ലാം അറിയാം. പക്ഷെ ഇത് ചെയ്യാതിരുന്നാലോ? സോ അത് ട്രെയിൻഡ് ആയിരിക്കണം, പ്രാക്ടീസ്ഡ് ആയിരിക്കണം വീട്ടില്. അതെല്ലാം ചെയ്യാൻ തന്നെ വേണം. ഓക്കെ. ഫാമിലി അത് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് കുട്ടിയുടെ വെൽഫെയറിനെ സംബന്ധിച്ച്. Family background is not good, it is likely to affect the child's life and development. The family background കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും ലൈഫിനെയും ബാധിക്കും. പലപ്പോഴും ഫാമിലിക്കും അതിനുള്ള ഒരു അവയർനെസ്സും അതിനുള്ള ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഫാമിലി ശ്രദ്ധിക്കണം കുട്ടിയുടെ കാര്യങ്ങൾ. പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് സെഷനിൽ കൊണ്ടുവരുമ്പോൾ സംസാരിച്ച് വരുമ്പോഴെന്താ പ്രശ്നം കുട്ടിയുടെ ആവില്ല, പാരന്റ്സിന്റെ ആവും. പിന്നെ പാരന്റ്സിനായിരിക്കും മെയിൻ കൗൺസിലിംഗ് സെഷൻ നടത്തുന്നത്. ഓക്കെ. ഫാമിലി എപ്പോഴും ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യണം കുട്ടികളിൽ. കാരണം അവരൊന്നും കുഞ്ഞിലെ പഠിച്ചു വരുമല്ല, ഇവര് എല്ലാം ഒന്നുകിൽ റോൾ മോഡൽ ആക്കുന്നു പാരന്റ്സിനെ. അപ്പൊ എല്ലാം അവർക്ക് നല്ല ഹാബിറ്റ്സ് തന്നെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റണം, പറഞ്ഞു കൊടുക്കാനും പറ്റണം. അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഗോൾസ് എല്ലാം എല്ലാം ഇത് ലേണിംഗ് എക്സ്പീരിയൻസിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ഹെൽത്തി ഹാബിറ്റ്സ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ അത് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ക്ലീൻ ചെയ്യുന്നു, ഡ്രസ്സ് എല്ലാം നല്ല നീറ്റായിട്ട്. ചില കുട്ടികൾ യൂണിഫോം ഇട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും അതിന്റെ അവസ്ഥ ഭയങ്കര ശോചനീയായിരിക്കും. അപ്പൊ അത് ഡ്രസ്സ് എങ്ങനെ അത് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കണം, അതൊക്കെ പഠിക്കുന്നതെല്ലാം ആദ്യം വീട്ടിൽ നിന്നാണ്. അപ്പൊ വീട്ടിലുള്ള എല്ലാ എൽഡേഴ്സിനും കുറെ അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. സോ വി ക്യാൻ സീ വാട്ട് ഓൾ ദീസ് റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഈ വരെ ആരെങ്കിലും വായിച്ചു. അല്ലെങ്കിൽ ഈ പീപ്പിൾ ജസ്റ്റ് ഡിസ്കസ് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും കുട്ടികളെ എന്തെല്ലാം നമ്മൾ പഠിപ്പിക്കണം, ആ ചെറുപ്രായത്തിൽ അവരെന്തെല്ലാം പഠിപ്പിക്കണം. വായിക്കട്ടെ. വായിച്ചു. Family has to teach the children to keep themselves clean and healthy. They must be taught to A. Wash their hands before and after meals and after going to the toilet. B. Take bath regularly. C. Have regular toilet habits. D. Clean teeth every morning and before going to bed. E. Drink sufficient water to clear out the system. സോ നമ്മളും പല രീതിയിൽ പലതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. സോ നമുക്കറിയാം ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി മീൽ വാഷ് യുവർ ഹാൻഡ്സ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ടേക്ക് ബാത്ത് റെഗുലർലി, വിയർ ക്ലീൻ ക്ലോത്ത്സ്, റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, അതെല്ലാം നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീൻ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. ഡ്രിങ്ക് സഫിഷ്യന്റ് ക്ലീൻ വാട്ടർ, ക്ലീനും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ടു ക്ലിയർ ഔട്ട് ദ സിസ്റ്റം. അതുപോലെ വെള്ളം കുടിച്ചാലാണ് അവരിപ്പോ സെറ്റ് ചെയ്താണെങ്കിലും അല്ലാതെയും അവരുടെ സിസ്റ്റം കംപ്ലീറ്റ് ഡൈജഷൻ എല്ലാം പ്രോപ്പറായി നടക്കും. ഇത് കൂടാതെ പല ഹെൽത്തി ഹാബിറ്റ്സും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടല്ലേ. അതായത് സുഖം ഇല്ലാതാവുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും കുറെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. വെറുതെ അവിടെ ഇവിടെ തുപ്പിയിടരുത്, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അത് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം. ഹാൻഡ് കർച്ചീഫ് ഇല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം,
ടിഷ്യൂ. ടിഷ്യൂ, ഹാൻഡ് കർച്ചീഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് തുമ്മൽ വരും, എന്ത് ചെയ്യണം? നമ്മളെ കൈ തിരിച്ചു പിടിക്കാൻ. കൈ പിടിക്കാൻ. ഷോൾഡർ. യെസ്, ഷോൾഡർ അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ കൈ ആവുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ തൊടും, മറ്റുള്ളവരെ തൊടും. സോ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ അത് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഷർട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ കോളർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം. അതാവുമ്പോൾ അവിടെ ആരും തൊടാനും പോകുന്നില്ല, അത് എവിടെയും ടച്ച് ആവാനും പോകുന്നില്ല. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് കൈ വെച്ച് മറയ്ക്കുക അങ്ങനെ രീതിയിലായിരുന്നു നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ കൈ കൊണ്ട് നമ്മൾ വേറൊരാളെ തൊടാനോ വേറെ എവിടെയെങ്കിലും തൊടാനോ ചാൻസ് ആവുമ്പോൾ അവിടെ ഇൻഫെക്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചൈൽഡ്ഹുഡ് ഡിസീസിൽ അങ്ങനെ പറയുന്നുണ്ട്, they can use the collar. സ്പിറ്റ് ഓൺലി, പിന്നെ തുപ്പുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ യൂറിനേറ്റ് ചെയ്യാനും ഓപ്പൺ സ്പേസസ് ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ പുറത്തൊക്കെ നടക്കുമ്പോൾ, നമ്മുടെ വീടിനകത്തല്ല പുറത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പെയർ ഫൂട്ടായിട്ട്, അതായത് ചെരുപ്പൊന്നും ഇടാതെ നടക്കരുതെന്ന് പറയും. കാരണം അവരുടെ ചെറിയ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കാലുകളല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടു കയറാനും ചാൻസ് ഉണ്ട്. ആ മുറിവിലൂടെ എന്തെങ്കിലും ജേർമ്സ് അണുക്കളും കയറും, അങ്ങനെ ഇൻഫെക്ഷൻ സംഭവിക്കാം. ഇറ്റ് ഈസ് എ ഫാമിലീസ് ഡ്യൂട്ടി ടു ടീച്ച്. It is the family's duty to teach the children the civic duties, അതായത് സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കണം, ആൻഡ് ഡെവലപ്പ് സിവിക് സെൻസ് ഇൻ ദം. സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കണം, കാരണം ഒരു സൊസൈറ്റിയിലേക്ക് പോകുന്ന പേഴ്സണാലിറ്റികളാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സൊസൈറ്റിയിലേക്ക് അത്രയും റിസോഴ്സ്ഫുൾ ആയിട്ട് അവർ പോകണം. ഈ രീതിയിലുള്ള ഹാബിറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റികളായിട്ട് മാറില്ല. ഓക്കെ, ഇനി കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 14 ഏജ് വരെ, അതായത് 10th ഹൈസ്കൂൾ വരെ നിർബന്ധ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം ഇപ്പോ ഉഷയും ഗീതയും അത് റിലേറ്റഡ് ഉള്ള മെസ്സേജാണ് നമുക്ക് തന്നത്. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഏത് ഇതിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിലും, ഏത് മതവിഭാഗമാണെങ്കിലും, ഏത് ഇതിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും തുല്യത, മീൻസ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള രീതിയിൽ. ഇപ്പൊ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ, സോ അതിനെന്താ പറയുന്നത്, വായിക്കോ, ആരെങ്കിലും റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാം മിസ്. Yes, please. Children who are depressed or physically, society or culture disadvantaged should be given special opportunities to improve their educational accomplishments. The children who need offsetting education at the preschool level are the following type. ഓക്കെ, പല ഡിഫറൻസസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്കും എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്നാ പറയുന്നത്. എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അവർക്ക് ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഏതെല്ലാം ടൈപ്പുകളാണെന്ന് നമുക്ക് പറയുന്നുണ്ട്. വിഷ്വലി ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ്, അങ്ങനെ പല രീതിയിലും പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ആ രീതിയിലുള്ള, നമുക്കറിയാം ബ്ലൈൻഡ് സ്കൂളുണ്ട്, സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ബട്ട് സ്കൂളുകളുണ്ട്. അങ്ങനെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫോർമിറ്റിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കിട്ടോ ആണെങ്കിൽ അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും, ലേണിംഗ് ഡിസോർഡറിന്റെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ട്രെയിനീസും എല്ലാം നമുക്കുണ്ട്. അങ്ങനെ കോഴ്സുകൾ വരെയുണ്ട്. DTED എന്ന് പറയുന്ന, BEd എന്ന് പറയുന്ന പോലെ DTED എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള കോഴ്സസും ഇപ്പോഴുണ്ട്. പിന്നെ ഇപ്പൊ സ്പീച്ച് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകളുണ്ട്. അങ്ങനെ പല തെറാപ്പികൾ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. അങ്ങനെ ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നത് ആ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് മാറ്റാനും പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്.
ഇത് ഫുൾ അതൊന്നും ആരെങ്കിലും വായിക്കാമോ? 2 പാരഗ്രാഫ് ഉണ്ട്. ഞാൻ വായിക്കാം. അറിയില്ലേ? ഞാൻ വായിക്കാം. ഓക്കെ പ്ലീസ്. Children with visual impairment. Children are either unsighted by birth or become blind because of various reasons. The acquired causes of visual deficiency are disease like smallpox, meningitis, trachoma, with a dangerous or poisonous ഇത് ക്ലിയർ ആവുന്നില്ല. PDF നോക്കി വായിക്കുവാണോ? കയ്യിൽ പ്രിന്റ് ഔട്ട് ഉണ്ടോ? എന്താണ് മീൻസ്? അവിടെ എന്തോ വോയിസ് എടുക്കാവുന്നുണ്ട്. കയ്യിൽ പ്രിന്റ് ഔട്ട് ഉണ്ടോ? PDF കയ്യിലുണ്ടോ? അത് ഇത് നോക്കി വായിക്കുക. അല്ല, പ്രിന്റ് ഔട്ട് ഉണ്ട്. ഞാൻ ഇവിടെ വിചാരിച്ചു range നോക്കി വായിക്കും. റേഞ്ച് ഇഷ്യൂ ഉണ്ട് അല്ലേ? വേറെ ആരെങ്കിലും വായിക്കാൻ? ഇത് കുഴപ്പമില്ല, എന്നാലും കേൾക്കാം. കാരണം എല്ലാരും ഇത് നോക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. The compensatory of special education is required according to the hardness of visual impairment. The parents of these children should be given proper guidance about how to keep their eyes healthy. Children should be trained to keep themselves away from situation bad to the eyes. Periodic checkup or special ophthalmic examinations should be arranged. ഫസ്റ്റ് ടൈപ്പ്, അതായത് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ അത് കുട്ടികളിൽ എത്തണം. ഈവൻ ദോ അവർ വിഷ്വലി ഇമ്പയർഡ് ആണ്, സോ നോ നീഡ് ടു, അവർക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല. ദേ ഓൾസോ ക്യാൻ സ്റ്റഡി, ദേ ക്യാൻ ലേൺ. ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിനുവേണ്ടി കോമ്പൻസേറ്ററി. വിഷ്വലി ഇമ്പയർമെന്റ് ആണെങ്കിൽ ചില കുട്ടികൾക്ക് ചെറുതായിട്ട് വിഷൻ ഉണ്ടാവുമായിരിക്കും, ആ ഒരു സൈറ്റ് കാണുമായിരിക്കും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കും. ചില കുട്ടികൾക്ക് ഫുൾ അവർ ബ്ലൈൻഡ് ആയിരിക്കും, ഒട്ടും പറ്റില്ല. അപ്പൊ അവർക്ക് അതിനനുസരിച്ച്, അങ്ങനെ ഫുൾ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണോ അവരുടെ കൊടുക്കേണ്ടത് അത് കൊടുക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ചെറുപ്പത്തില് അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ബൈ ബർത്ത് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസിൽ പറ്റിയതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ വരാം. ചിലപ്പോൾ ഈ മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്കപ്പനി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ മെനിഞ്ചൈറ്റിസ് പോലുള്ള ബ്രെയിനെ ബാധിക്കും. പലപ്പോഴും ഇതിലേക്കുള്ള നെർവിനെ അഫക്ട് ചെയ്യും. അങ്ങനെയുള്ള പനികളൊക്കെ വരുമ്പോൾ അങ്ങനെ ആകുമ്പോൾ വിഷൻ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ച് ബ്ലൈൻഡ് ആയ ഒരു ലെജൻഡ് ഉണ്ടല്ലോ, അതാരാ? ഹെലൻ കെല്ലർ ആണോ? ഹെലൻ കെല്ലർക്ക് വിഷൻ മാത്രമായിരുന്നില്ല, അവർക്ക് കേൾക്കാനും പറ്റില്ലായിരുന്നു അല്ലേ? അവർക്ക് മെനിഞ്ചൈറ്റിസ് വന്നതായിരുന്നു. അവർ ജനിച്ചപ്പോ നോർമൽ തന്നെയായിരുന്നു, എല്ലാ വിഷനും കേൾക്കാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ അവർക്ക് ഈ മെനിഞ്ചൈറ്റിസ് വന്നു. അവരുടെ എന്ന് വെച്ചാൽ അത്രയും വർഷം മുമ്പല്ലേ, അപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും അത്ര കാര്യമായിട്ട് ടൈം അല്ലല്ലോ. അങ്ങനെ അവരുടെ കാഴ്ച പോകുന്നു, കേൾക്കാൻ പറ്റാതെ. ഈ കാഴ്ചയും കേൾവിയും ഇല്ലാതാവുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നോണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ സംസാരം നിന്നുപോയി. അങ്ങനെ അവര് അതും കുറഞ്ഞു. കാഴ്ചയുമില്ല, കേൾക്കാനും പറ്റുന്നില്ല. സോ ഒന്നും. അപ്പൊ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളുടെ കണ്ണും മൂടിക്കെട്ടി ചെവിയും അടച്ചു വെച്ചേക്കുവാണ്, എത്ര നേരം ഇരിക്കും? സോ ലൈഫ് ലോങ് അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അങ്ങനെയുള്ളവരുടെ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ് അല്ലെ?
ആ ഒരു പ്രോബ്ലം വന്നു. അപ്പൊ ഇത് പലപ്പോഴും ബർത്തിൽ ഉണ്ടായിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ബ്ലൈൻഡ് ആവാം, പല അസുഖങ്ങൾ വരാം, സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, എന്തെങ്കിലും തരം ഇൻഫെക്ഷൻ വരുമ്പോൾ കണ്ണിനെ ബാധിക്കുന്നതാണ് ട്രക്കോമ. പിന്നെ സ്കാർലറ്റ് ഫീവർ, അത് കുട്ടികളിലൊരു ടീനേജ് വരെയൊക്കെ ഉള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പനിയാണ് സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് സ്പില്ല് ചെയ്ത് കണ്ണിലേക്ക് തെറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും വിഷൻ പ്രോബ്ലം ആകാം. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് കോമ്പൻസേറ്ററി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഹാർഡ്നെസ് ഓഫ് വിഷ്വൽ ഇമ്പയർമെന്റ്, അതായത് എത്രത്തോളം അവരുടെ കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ടോ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പം അവിടെ കുട്ടികളെ ഫ്ലാഷ് കാർഡ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയലുണ്ട്, ഈ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. സാൻഡ് പേപ്പർ കൊണ്ട് ലെറ്റേഴ്സും നമ്പേഴ്സും ഉണ്ടാക്കുന്നത്. എന്തിനാ സാൻഡ് പേപ്പർ കൊണ്ട് ലെറ്റേഴ്സും നമ്പേഴ്സും ഉണ്ടാക്കുന്നത്? സാൻഡ് പേപ്പറിന്റെ പ്രത്യേകത എന്താ? അത് ടച്ച് ചെയ്യുമ്പോൾ അത് റഫ് ആയിരിക്കില്ലേ, അപ്പൊ ആ ടച്ചിങ്ങിലൂടെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട്. യെസ്, നമ്മളുടെ സെൻസ്, 5 സെൻസിൽ ഒന്നായ ഈ കിനസ്തെറ്റിക് സെൻസ്, ടാക്ടൈൽ സെൻസ്, ടച്ച് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യൂല്ലേ അതിലൂടെ. ഇങ്ങനെ നമുക്ക് എപ്പോഴും സ്മൂത്ത് സർഫസിനേക്കാളും കുട്ടികൾ അല്ലെങ്കിൽ റഫിലൂടെ നമ്മളുടെ കൈ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സെൻസിറ്റീവ്, അതായത് ആ ഒരു ടിംഗ്ലിങ് എഫക്റ്റ് നമുക്ക് കൂടുതൽ വരും. സ്മൂത്ത് സർഫസിനേക്കാളും റഫ് സർഫസിലൂടെ നമ്മളുടെ ഫിംഗേഴ്സിന്റെ ടിപ്പ് പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് എന്തോ ഒരു സിഗ്നൽ പെട്ടെന്ന് പോകുന്ന ഒരു ടിംഗ്ലിങ് എഫക്റ്റ് കിട്ടും. സോ അതുകൊണ്ട് ആണ് റഫായിട്ടുള്ള മെറ്റീരിയൽ. ഇപ്പൊ മണ്ണിൽ എഴുതിക്കും കുട്ടികളെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആകാനും നല്ലപോലെ കൈ ഇങ്ങനെ വഴങ്ങാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ ശേഷമാണ് അവർ പെൻസിൽ എടുക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് റഫായിട്ടുള്ളതിലൂടെ ആവുമ്പോൾ നമ്മളുടെ ഈ കൈകളിലൊക്കെ ഫിംഗേഴ്സിലൊക്കെ ചെറിയ ചെറിയ മസിൽസ് ആയിരിക്കും. ഈ മസിൽസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. ഈ മസിൽസ് നല്ല ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പെൻസിൽ പിടിക്കാനായിട്ട് കുഞ്ഞിന് പറ്റൂ. അപ്പൊ ഈ പെൻസിൽ ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ മസിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകണം. അതായത് കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ആയിട്ട് വരണം. കുട്ടിക്ക് ഗ്രോസ് മോട്ടോർ സ്കില്ലും ഉണ്ട്, ഫൈൻ മോട്ടോർ സ്കില്ലും ഉണ്ട്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റുന്നത്, ഇത് ഈ വൈറ്റ്നർ എടുക്കാൻ പറ്റും, അതാണ് ഗ്രോസ് മോട്ടോർ സ്കിൽ. പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ പിക്ക് ചെയ്ത മെറ്റീരിയലിനെ എത്ര സമയം ഹോൾഡ് ചെയ്ത് കയ്യിൽ പിടിക്കാൻ പറ്റുന്നു, ദാറ്റ് ഇസ് ഫൈൻ മോട്ടോർ സ്കിൽ. പെൻസിലൊക്കെ ഒരു പീരീഡ് മുഴുവനും ടീച്ചർ പറയുമ്പോൾ എഴുതണമെങ്കിൽ ആ പെൻസിൽ ആ 40 മിനിറ്റ് കയ്യിൽ ഇങ്ങനെ പിടിക്കണം അല്ലെ. അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് ഹോൾഡിംഗ് കപ്പാസിറ്റി വരുള്ളൂ. നമ്മുടെ കൈയൊക്കെ ഭയങ്കര മരവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മളിങ്ങനെ കൈ കൊടയും, കുറച്ചു നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ മരവിപ്പ് മാറ്റും. എന്നാലാണ് നമുക്കൊരു ഒബ്ജക്റ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ പിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ കുഞ്ഞിന്റെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് ആഫ്റ്റർ 3 years എന്നൊക്കെ പറയുന്നത്. കുഞ്ഞു കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവർക്ക് നമ്മൾ ആദ്യമൊക്കെ കൊടുക്കുന്ന ടോയ് എന്ന് പറയുന്നത് റാറ്റിലായിരിക്കും. അങ്ങനെ കിലുക്കുമ്പോൾ ശബ്ദം കേൾക്കില്ലേ. ഇവരൊന്ന് എഴയാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവർ ഈ റാറ്റിൽ കയ്യിലെടുക്കണേ കാണും, അപ്പൊ തന്നെ താഴെ വീഴും. കയ്യിലെടുക്കും, താഴെ വീഴും. അധിക സമയം അവർക്ക് കൈ പിടിച്ചുകൊണ്ടെടുക്കാൻ പറ്റില്ല. കുഞ്ഞു കൈയല്ലേ, അവരുടെ മസിൽസ് ഡെവലപ്പ് ആയിട്ടില്ല, അവരത് ആയി വരണേ ഉള്ളൂ. സോ അത് നല്ല പോലെ ഡെവലപ്പ് ആവുന്ന ഏജ് ആണ് ഒരു 3 years ശേഷം, 2.5 years ശേഷം. അതുകൊണ്ടാണ് കുട്ടികളെ ആ സമയത്ത് എഴുതാൻ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ അപ്പോഴാണ് ഡെവലപ്പ് ആകുന്നത്. ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, ഡോൺ മൂവ് എന്ന് പറഞ്ഞൊരു മൂവി. മൂവിയുടെ കണ്ടന്റ് ഇതാണ്: ഒരു അമ്മ കുഞ്ഞിന് നഷ്ടപ്പെടുക. 3.5 years ആവുമ്പോൾ മോൻ മരിച്ചു പോകുന്നു ചെയ്യുവാണ്. അവർക്ക് ലൈഫിനോട് അവർക്ക് വെറുപ്പായി തുടങ്ങി. സോ അവര് സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വലിയൊരു മലയുടെ മുകളിൽ പോയി നിൽക്കുക. താഴെ കാറ് കൊണ്ടുവന്നിട്ടിട്ട് ഒരു മുകളിൽ നിന്ന് നിൽക്കുമ്പോൾ കുട്ടിയെ കുറിച്ചുള്ള തോട്ട്സ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര സങ്കടമായിട്ട് അവര് മരിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ കൊക്കയുടെ മുകളിൽ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് പരിചയമില്ലാത്ത ഒരാള്, അയാൾ അതുവഴി വന്നു. അയാളോട് ഇങ്ങനെ സംസാരിച്ചു.
അവര് അയാളോട് സംസാരിച്ചപ്പോ അവർക്ക് ഇത്തിരി ഭയങ്കര ഒരു ആശ്വാസം, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് ഓപ്പൺ അപ്പ് ആയി. ഞാനിങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, വേണ്ടി വന്നതാണോ. അയാൾ ഇങ്ങനെ കുറെ സംസാരിക്കുമ്പോഴേക്കും ഇവർക്ക് തോന്നും മരിക്കണ്ടെന്ന് തോന്നുവാണ്. യെസ്, ലൈഫ് ഉണ്ടല്ലോ, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്ന് കരുതിയിട്ട് അവർ തിരിച്ച് അയാളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അയാളോട് സംസാരിച്ചപ്പോഴാണ് ആ ഒരു മാറ്റം ഉണ്ടായതല്ലോ. താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചവര് അവരുടെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇയാളും പുറകെ നടക്കുന്നുണ്ട്, മീൻസ് ഇയാളും ഉണ്ട് കൂടെ നടക്കുന്നുണ്ട്. കാറിന്റെ അടുത്ത് എത്തിയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണല്ലോ. അപ്പൊ ഇവരുടെ ലെഫ്റ്റ് സൈഡ്, അതായത് ഇവർക്ക് കയറണമെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് ആണല്ലോ. അപ്പൊ ആ സൈഡിൽ തന്നെ ഇവരുടെ കാറിന്റെ ഡോറിനോട് ചേർത്തിട്ട് ഇയാള് കാറ് പാർക്ക് ചെയ്തേക്കും. ഇവര് വളരെ ശ്രമിച്ച് തുറന്ന് കയറാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അയാളെ നോക്കി ചിരിക്കുന്നു. അതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് മാറ്റി തരാൻ കയറാന്നുള്ള രീതിയിൽ ഇയാള് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യുവാണ്. ഇവരുടെ നേരെ ഒരു മെഡിസിൻ ഇൻജെക്ട് ചെയ്യുന്നു. ആ മെഡിസിന്റെ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് അവർക്ക് ബോധം ഉണ്ടാവില്ല. ഈവൻ ബോധം വന്നാലും നംനെസ് ആയിരിക്കും, ബോഡി ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മരവിച്ചിരിക്കുമായിരിക്കും. ഇവർക്ക് ബോധം വരുമ്പോൾ ഇവർ കാണുന്നത് ഇയാളുടെ കാറില് നെക്സ്റ്റ് സീറ്റില് ഇവരെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരുത്തിക്കുക. ഇവരെ കിഡ്നാപ്പ് ചെയ്തു. അയാളൊരു സൈക്കോപാത്ത് ആയിരുന്നു, ഇവരെ കില്ല് ചെയ്യുക. പക്ഷെ ഇവരെ മരിക്കാൻ വന്നാണല്ലോ, സോ ഇയാളെ ഹെൽപ്പ് ചെയ്ത് അവരെ അങ്ങ് കൊല്ലാം എന്നുള്ള രീതിയിൽ ടോർച്ചർ ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഗ്യാസ് സ്റ്റേഷനിൽ എത്തും. ഇയാള് ഫ്യൂവല് ഫില്ല് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവര് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുക. പക്ഷെ എല്ലാം മരവിച്ചിരിക്കുമല്ലേ, അവർക്ക് കൈ ഒന്നും മൂവ് ചെയ്തില്ല. ഇവർ ആ സമയത്ത് ആലോചിക്കുവാണ്, മോൻ കുഞ്ഞായിരുന്നപ്പം മോനെ കൗണ്ടിങ് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് അവരൊരു വിരലുകളുടെ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുമായിരുന്നു. അതിങ്ങനെ നമ്മുടെ തമ്പിങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള ഫിംഗേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കൗണ്ടിങ്ങും കുട്ടി പഠിക്കും. അവന്റെ ഫിംഗേഴ്സ് ഇങ്ങനെ എപ്പോഴും മൂവ് ആയിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ മസിൽസ് ഡെവലപ്പ് ആകും. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് ചെയ്യും, ആ സെയിം ആക്ടിവിറ്റി ഇവര് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുറെ സമയം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ഇവർക്ക് പതുക്കെ ഇവരുടെ കൈ അങ്ങ് അനക്കാനായിട്ട് പറ്റും. അവര് ആ സീറ്റ് ബെൽറ്റ് ഊരിയെടുക്കും, അയാൾ കാണാതെ. കാറിന്റെ ഡോറ് തുറക്കാനും പറ്റും. ഈ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇവരുടെ ഇത് പെട്ടെന്ന് മൂവ് ആകും. അങ്ങനെ അവര് രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ആയിട്ടൊക്കെയാണ് കഥ. അപ്പൊ അതാണ്. അപ്പം ഫൈൻ മോട്ടോർ സ്കിൽസ് നമ്മളുടെ ഈ ഇതിനകത്ത് മോണ്ടിസോറി മെത്തേഡില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ മോട്ടോർ ആക്ഷൻ. മറിയ മോണ്ടിസോറി പറയുന്നത് ഇത് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 2 ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് കുട്ടികളിലെ ഈ മോട്ടോർ ആക്ഷൻ, അതായത് ഗ്രോസ് മോട്ടോർ ആക്ഷനും ഫൈൻ മോട്ടോർ ആക്ഷനും. ഗ്രോസ് മോട്ടോർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോട്ടോർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക് ചെയ്ത ഒബ്ജക്റ്റിനെ എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് സെൻസറി ആക്ഷൻസ് ആണ്. സെൻസറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5 സെൻസസ് അല്ലെ? ഈ 5 സെൻസസ് കുട്ടി ഉപയോഗിച്ച് അവന് ചുറ്റുമുള്ള വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് സെൻസറി ആക്ഷൻസ്. നമുക്കിവിടെ ഹെലൻ കെല്ലറിന് ഇതിൽ 2 സെൻസസ് ഇല്ല, അതായത് കാണാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സെൻസ് ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ബാക്കി സെൻസസ് വളരെ ഷാർപ്പായിട്ട് യൂസ് ചെയ്യും. കണ്ണ് കാണാൻ പറ്റാത്തവര് ചിലപ്പോൾ അവരുടെ ചെവി ഉപയോഗിച്ചിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. പിന്നെ അതിനെ ടച്ച് ചെയ്തിട്ട് അല്ലെ, അങ്ങനെ ഫീൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർക്ക് മനസ്സിലാവുക. അവർക്ക് വേണ്ടി പ്രത്യേകം സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്, ബ്രെയിൻലി സ്ക്രിപ്റ്റ് എന്നുള്ള ഇത് അത് ഉപയോഗിച്ചിട്ട് അവർ പഠിക്കുന്നത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഒരു സെമിനാർ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഹെലൻ കെല്ലറെ കുറിച്ച്? ഹെലൻ കെല്ലറെ കുറിച്ച് എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കണം. ആരെങ്കിലും ഒരാള് ക്ലാസ്സിൽ സെമിനാർ പോലെ അത് പ്രസന്റ് ചെയ്യണം. അബൌട്ട് ഹെലൻ കെല്ലർ, അവരുടെ ലൈഫ്, അവരെന്തൊക്കെ അച്ചീവ് ചെയ്തു. ഹെലനെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു?
കൊച്ചുകുട്ടിയായിരുന്ന ഹെലനെ ട്രെയിൻ ചെയ്തെടുക്കണമല്ലോ. ആ ട്രെയിനർ ആരായിരുന്നു? ഹെലന്റെ ആയ സെർവന്റ് മിസ് സിൽവൻ. യെസ്, ആനി സെല്ലവൻ. അപ്പൊ എത്രയോ വർഷങ്ങളോളം ഹെലന്റെ കൂടെ തന്നെ, ഹെലന്റെ ലൈഫിന്റെ ഭാഗമായിട്ട് തന്നെ ആനി സെലവൻ ഉണ്ടായിരുന്നു. ആനി സെലവനാണ് അവരെ പ്രാക്ടീസ് ചെയ്തത്. ആനി സെലവൻ വരുന്ന സമയത്ത് ഹെലൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അങ്ങനെ ആനി സെലവൻ അവരെ പഠിപ്പിച്ച മെത്തേഡൊക്കെ ഭയങ്കര രസകരമായിട്ടായിരുന്നു. ആരുടെയോ ഓഡിയോ ആണ്, എനിക്ക് ആ പേര് കിട്ടുന്നില്ല. ഷിബി സയ്യദ് അലി. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ വിഷ്വലി ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളുടെ കാര്യം പറയുമായിരുന്നു. അപ്പൊ ഓരോ സെൻസ് ഇല്ലെങ്കിൽ വേറൊരു സെൻസ് ഭയങ്കര ഷാർപ്പായിരിക്കും അവർക്ക്. നമുക്കും കണ്ടുപിടിക്കാം. നമ്മൾക്കിപ്പോ 5 സെൻസസ് ആയിട്ട് ബ്ലെസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സെൻസ് ഭയങ്കര ഷാർപ്പായിരിക്കും. ചിലർക്ക് വിഷ്വൽ സെൻസ് ആയിരിക്കും ഷാർപ്പ്, ചിലർക്ക് കേൾക്കുന്നതായിരിക്കും ഷാർപ്പ്, ചിലർക്ക് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും. ചിലർക്ക് ഓൾഫാക്ടറി സെൻസ്, സ്മെല്ല്, അത് ഭയങ്കര ഷാർപ്പായിരിക്കും. ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, അവർ കുക്ക് ചെയ്യും, എല്ലാം കുക്ക് ചെയ്യും, പക്ഷെ ടേസ്റ്റ് ചെയ്യാതെ തന്നെ അവര് പറയും കറക്റ്റ് ആണ് എല്ലാം. അവർക്ക് ആ മണം മതി, ഉപ്പ്, പുളി, എരിവ് അതെല്ലാം കറക്റ്റ് ആണെന്നുള്ള സ്മെല്ലിന്ന് അവർ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും നിങ്ങൾക്കെല്ലാം കണ്ടുപിടിക്കാം നിങ്ങളുടെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള സെൻസ് ഏതാന്നുള്ളത്. ദാറ്റ്സ് അവർ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരന്റ്സ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കണം. എങ്ങനെ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണം. ഇത് കൂടാതെ ഇപ്പോ നോർമലി വിഷൻ ഉള്ള കുട്ടികളാണെങ്കിലും നമ്മളും അവർക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുക്കണം. എങ്ങനെ കണ്ണുകള് സൂക്ഷിക്കണം, എങ്ങനെ കണ്ണ് നല്ല ഹെൽത്തി ആയിട്ട് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കണ്ണിന് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കുട്ടികളെ നമ്മള് മാറ്റി നിർത്തണം. ഭയങ്കരമായിട്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രായമാണ് കുട്ടികളെല്ലാരും തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു 2.5 വയസ്സുള്ളൊരു മോളോ എന്തോ ആന്ന് തോന്നുന്നു, ഞാൻ ഇരിക്കുന്നതിന്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിന്റെ അമ്മ കൊച്ചിന് മൊബൈൽ അങ്ങ് കൊടുത്തേക്കുവാ. ഇതിങ്ങനെ അത്രയും ഒരു 1 അവറോളം എനിക്ക് യാത്രയുണ്ടായിരുന്നു. അതിനു മുമ്പാണ് അവർ ആ ബസ്സിൽ കയറിക്കണം. ഞാൻ കയറുമ്പോഴേ ഇവരെ കാണാം. ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നാമത് ബസ്സിന്റെ മൂവ്മെന്റ് ഉണ്ട്, ഇതിലെ പിക്ചേഴ്സ്. എനിക്ക് തോന്നുന്നു ഗെയിം കളിക്കുക, ടെമ്പിൾ റൺ. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ, അതിങ്ങനെ നോക്കി 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 ടച്ച് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് എന്തൊക്കെയോ അത് കാണിക്കുന്നുണ്ട്. അമ്മ നോക്കി വളരെയധികം സന്തോഷത്തോടെ കുട്ടിയെ നോക്കിയിരിക്കുന്നു. എന്താ അതില് അഭിമാനം കൊള്ളേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അങ്ങനെ കണ്ണിന് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഇറങ്ങുക. കാരണം ഇതിന്റെ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആണ്. നമ്മുടെ ബ്രെയിൻ സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് രണ്ടാമത് ഉണ്ടാവില്ല. ബോഡിയുടെ വേറെ ഏതെങ്കിലും സെൽസ് ആണ് പോകുന്നെങ്കിൽ രണ്ടാമത് ഉണ്ടാവുന്നെങ്കിലും പറയാം. ഇത് ബ്രെയിനിലെ സെൽസിനെ നശിപ്പിക്കുന്നതാണ് പറയുന്നത് ബ്ലൂ ലൈറ്റ്. പിന്നെ പീരിയോഡിക് ചെക്കപ്പ്. പിന്നെ സ്കൂളുകളിൽ ഇതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടല്ലേ, സ്കൂളുകളിൽ ഇതുപോലെ ഐ ചെക്ക് അങ്ങനെ ക്യാമ്പ് പോലെ അങ്ങനെയൊക്കെ നടത്താറുണ്ട്. അത് കൂടാതെ നമ്മളുടെ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലും പലപ്പോഴും വരാറുണ്ട് ഐ ചെക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾക്കാൻ പറ്റാത്ത, കേൾവിക്ക് പ്രോബ്ലം ഉള്ള കുട്ടികൾ. ഓക്കെ, അതാരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. Children with hearing impairment. Compensatory or special education is needed for the pupils who are disabled by hearing impairment. Hearing impairment may be of different degrees of gravity. Hence, these children require different levels of treatment. Hearing disability affects the state of mind of children in different ways. So, they should be given a special training, communication among them. താഴേക്കുണ്ടേ. Communication among them normally takes place in 3 ways. Through actions, It's reading or healthy combo of both of these. എലവൻകിലർ അങ്ങനെയായിരുന്നു. അനീസലവന്റെ ചുണ്ടിൽ ഇങ്ങനെ വിരല് വെക്കും, എന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ചെവി മാത്രം കേൾക്കാത്ത ഒരാളാണ്, അവർക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ലിപ് മൂവ്മെന്റ് അങ്ങനെ അവർ പറയും. ഹെലന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ, ഈ പറഞ്ഞ 2 സെൻസും ഇല്ല. നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക ഹെലന്റെ ഇതിനെ കുറിച്ചുള്ള സെമിനാർ. ഇവർക്കും കോമ്പൻസേറ്ററി അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡഡ് ആണ്.
പിന്നെ ചില കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കേൾക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ പാർഷ്യലി ആയിരിക്കും അവരുടെ പ്രോബ്ലംസ്. ഡിഫറെന്റ് ലെവൽസിലുള്ള ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ഈ ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട്സ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഫ്രസ്ട്രേറ്റഡ് ആവൂലേ, ഒരു കാര്യം കേട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും ഡിഫറെന്റ് വേസിൽ. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പല വേസില്, ആക്ഷൻസിലൂടെ. സൈൻ ലാംഗ്വേജ് ഉണ്ടല്ലോ, സൈൻ ലാംഗ്വേജിലൂടെ, ലിപ്സ് റീഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹെൽത്തി കോംബോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള രീതിയിൽ സൈൻ ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടോ ഇതിനെ കുറിച്ചെങ്കിലും അത് ക്ലാരിഫൈ ചെയ്തിട്ട് സൈൻ ഔട്ട് ചെയ്യാം. യെസ് പ്ലീസ്. ചെറിയൊരു ചാപ്റ്ററാണ്, നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ് ഒരു 20 minutes മതിയാകും. അത് കഴിയുമ്പോൾ നമുക്ക് സൈക്കോളജി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ടിന് ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? എന്തുപറ്റി ക്ലാസ് അങ്ങോട്ട് ഭയങ്കര സൈലന്റ് ആയിപ്പോയല്ലോ? നിങ്ങൾ എങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. No teacher, nothing. കുറെ പേരൊക്കെ ഇരിക്കുക. ജോലിക്ക് പോണവരുണ്ടോ അതില്? ചില ഓഫീസിൽ നിന്നൊക്കെ ക്ലാസ് കയറുന്നവരുണ്ട്, അതായത് ചോദിച്ചു. മിസ് ഞാൻ ഓഫീസിൽ ആണോ? എന്തിലാ വർക്ക് ചെയ്യുന്നത് നസീത? അക്കൗണ്ട്സിലാണ്. ആ ഓക്കെ ഫൈൻ. സമയം കിട്ടുമോ? ക്ലാസ്സിൽ ഇരിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് അങ്ങനെ കേൾക്കും. കസ്റ്റമർ ഇല്ലാത്ത ടൈമിലാണ് ഞാൻ വായിക്കുന്നതും ഡൗട്ട് ചോദിക്കുന്നതും ഒക്കെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ദെൻ സൈൻ ഔട്ട് ചെയ്തോളൂ. ഫിസിക്കൽ ഡിസബിലിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യാത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ. അല്ലെങ്കിൽ അതങ്ങ് ഹറിബറിയായിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തിയിട്ട് പോകണം. ഫിസിക്കൽ ഡിസബിലിറ്റീസ് പലതും വരാലോ, പല രീതിയിലും വരാലോ. നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് പല സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കാണാനായിട്ട് പറ്റും. എന്തോ മിസ് ചേരനെ കണ്ടിട്ടുണ്ട്. എന്തിനാ? ചേര അതുവഴി എങ്ങനെ പോയോ? എന്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോയി. അതെന്താ എവിടെ നിൽക്കുക? റോഡിലെങ്ങാനാണോ? ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി അംഗനവാടിയിൽ നേരത്തെ ചെല്ലണം. അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്ക. ഒരു സ്പെഷ്യൽ സൗണ്ട് കേട്ടപ്പോ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് നോക്കിയതായിരുന്നു. വയ്യ. പാസ് ചെയ്ത് പോയി. ആണോ? നല്ല വലുതായിരുന്നോ? നല്ല വലുതാ, മഞ്ഞ കളർ? എന്നെക്കാളും വലുതാ. മഞ്ഞയാണോ കറുപ്പാണോ? മഞ്ഞ. എന്തായാലും മോളെ കൊണ്ട് വരുമ്പോ നന്നായി. കാരണം മോള് ചിലപ്പോ ഇൻട്രസ്റ്റിംഗ് കാണിക്കുക അല്ലെങ്കിൽ പേടിയും കാണിക്കുക, രണ്ടും ഉണ്ടാവാം. ശരി, എന്തോ കൊള്ളാം. പോണ വഴിയിൽ ഓരോന്ന് കണ്ടത്. ഓക്കെ ഓക്കെ, നമുക്കത് സൈൻ ഔട്ട് ചെയ്യാം. മിസ് റെക്കോർഡില് ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നോ റെക്കോർഡ്? ഒരു ദിവസം അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ? അതിൽ ഡൗട്ട് ഉണ്ട് മിസ്. എന്താ ചോദിക്കൂ. ഈ മിസ് പറഞ്ഞ ലാസ്റ്റിലില്ലേ വർക്കിംഗ് പേഴ്സൺസ് അത് എങ്ങനെ അപ്പൊ നമ്മൾ ഒട്ടിക്ക? അങ്ങനെ അങ്ങനെയാണോ? ടീച്ചർ, ഡോക്ടർ, അങ്ങനെ? ഡോക്ടർ, കോബ്ലർ,
ടൈലർ, പിന്നെന്താ നഴ്സ്. നമ്മൾ പിക്ചർ മാത്രം പിക്ചർ മാത്രം മതി. ആ ഒരു സെഷൻ കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ABCD എന്ന് പറഞ്ഞ കുറേ ഇല്ലേ, അതെല്ലാം പിക്ചേഴ്സ് മാത്രം മതി. അതാവുമ്പോ നിങ്ങൾക്ക് രണ്ട് സൈഡും ഉപയോഗിക്കാം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് നമ്മുടെ വീട്ടിലുള്ളത് എഴുതാം. ഫാൻ, മിക്സി, ഗ്രൈൻഡർ, സ്റ്റൗ, അങ്ങനെ നമ്മള് വീട്ടുപകരണങ്ങളില്ലേ, അതൊക്കെ എന്ത് വേണോ അതൊക്കെ ഉപയോഗിക്കാം, എഴുതാം. ഗ്ലാസ്, പ്ലേറ്റ്, TV, ടേബിൾ. മിസ് പിന്നെ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ മീഡിയന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ? അത് നമ്മൾ TV ഷോ ഒന്നും അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ, ആ ഷോന്റെ പേരും കൂടി എഴുതണ്ടേ? പേരിന്റെ ഷോ എഴുതണം, പേര് എഴുതണം, ഷോയുടെ പേര്. സോറി, മാഗസീൻസിന്റെ പേര് ആരോഗ്യ മാസികന്നോ അല്ലെങ്കിൽ ഹെൽത്ത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറെ മാഗസീൻസ് ഒക്കെ, അങ്ങനെ എന്തൊക്കെയാണോ ആ മീഡിയാസ് അതെല്ലാം എഴുതാം. ഓക്കെ. ടീച്ചറുടെ റെക്കോർഡ് ബുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കാണിച്ചു തരുമോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ അറിയാത്തവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടും. ഞാനിപ്പോ ഏകദേശം എഴുതി, ഇനിയിപ്പോ പിക്ചർ ഒട്ടിക്കേണ്ട ഒരു സെക്ഷനേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഹാഫ് ആയി. ഓക്കെ ടീച്ചർ. അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുമല്ലോ. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ടീച്ചർ കാണിക്കുമ്പോ അതിന് മനസ്സിലാവുമല്ലോ അവർക്ക് എങ്ങനെയാണെന്നുള്ളത്. എന്റെ റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആ റെക്കോർഡ്സ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുക, അതിന് കിട്ടിയിട്ട് വേണം. അതെ, അതുകൊണ്ട് ആ ടീച്ചറോട് പറഞ്ഞത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതി. ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? എനിബഡി? കുറെ പേരൊക്കെ ലീവ് ആയെന്ന് തോന്നുന്നു. ഓക്കെ ദെൻ ബൈ, ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബൈ പറഞ്ഞു വരിക. ഓക്കെ, ബൈ. Okay, miss. Thank you. Thank you, miss. Thank you. Thank you, ma'am. Thank you, miss. Thank you, miss. Okay, teacher. Thank you. Have a nice day. Thank you.